സഖാവേ കിടിലം. നമ്മുടെ ഡ്രാമയിലെ തീ പറന്ന ഡയലോഗും പിന്നെ കാണുന്നവന്റെയൊക്കെ നെഞ്ചിലേക്ക് കടാര കുത്തിക്കയറാൻ നമ്മുടെ പിള്ളേർ ചെയ്ത ഫ്ലെക്സ് ബോർഡും എന്റെ പൊന്നോ. പിന്നെ അല്ല, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്ര. ഇനി നമ്മൾ അവളെ വെച്ചൊരു കളി കളിക്കും. ആരെ? രേഖ ഫെർണാണ്ടസിന്. പെണ്ണുയർപ്പിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിയമബിരുദധാരി. ഇനി നമ്മൾ നീക്കുന്ന കരുക്കൾക്ക് മൊത്തം അവള് തീ കൊളുത്തും. അങ്ങനെ വേണം നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ എപ്പിടി? നീയാണടാ സഖാവ്. അതാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് ആ ഡ്രാമ ഒന്നും കൂടെ അങ്ങ് കണ്ടാലോ? കമ്പനിക്ക് അവളെയും കൂട്ടാം. അവളുടെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആവുകയും ചെയ്യും. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി കയറി നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ ഓക്കെ. ഹായ് രേഖ. ഹായ്. അയ്യോ ഓക്കെ. ഐ കാൻ ബിലീവ് ഇറ്റ്. നിങ്ങളെപ്പോലെ ചോരത്തിളപ്പൊക്കെയുള്ള സഖാക്കൾ കൂടെയുള്ളതുകൊണ്ട് എന്റെ ഫ്രസ്ട്രേഷനൊക്കെ ഞാനങ്ങ് കുഴിവെട്ടി മൂടി. അല്ല പിന്നെ അതാണ് നമ്മുടെ പവർ. അതാണ്. ഇന്നലെ നീ എനിക്ക് സെൻഡ് ചെയ്ത ഡ്രാമയുടെ ക്ലിപ്പില്ലേ, അതോടെ കണ്ടപ്പോ ഞാൻ ഡബിൾ സ്ട്രോങ് ആയി. ചുവപ്പിന്റെ ആവേശം പകർന്ന ഡ്രാമയാണെന്ന് തോന്നുന്നു. വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എക്സാം എന്നാടോ? നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. താനൊന്ന് എക്സാം ഒക്കെ എഴുതി വക്കീലായിട്ട് വാ. നമുക്കിവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഷുവർ. ശരിക്ക് പറഞ്ഞോണ്ടല്ലോ, ഈ നാടകം നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഭയങ്കര ഒരു ആവേശം തരുന്ന ഒന്നാണ്. ക്രിസ്തീയ സഭകളുടെ പുറംപൂച്ചൊക്കെ ഈ നാടകത്തോടെ തകർന്ന് തരിപ്പണമായതാണല്ലോ. എടോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് ഈ നാടകം ഒന്ന് കാണാൻ പോയാലോ? തനിക്കാണെങ്കിൽ സ്ത്രീ സമത്വത്തിൽ കത്തിക്കേറാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടതിൽ. ഇല്ല, നുണക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് ചുരുക്കം ചില പുഴുക്കുത്തുകളുടെ പേരിൽ ഒരു മതത്തിന്റെ പവിത്ര ദർശനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി ചോര കുടിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് അറുമാദിക്കാൻ തൽക്കാലം ഞാനില്ല. നിങ്ങൾ പൊയ്ക്കോ. നടക്കട്ടെ നിങ്ങളുടെ നെറികെട്ട അജണ്ടകൾ. രേഖ, നിന്നെ വളർത്തി ഈ പ്രസ്ഥാനത്തോട് നീ കൂറു പുലർത്തണം. അത് നീ മറക്കരുത്. തിന്നാൻ കൊടുക്കുന്ന കൈ തന്നെ കടിച്ചു പറിച്ച് ചോര കുടിക്കണമെന്ന് ഏതു മാർക്സിസമാണോ പഠിപ്പിക്കുന്നത്? പാവപ്പെട്ടവരെ സംരക്ഷിക്കണമെന്നും ആരുമില്ലാത്തവർക്ക് അഭയമാവുകയും ചെയ്യുന്നവരെ തെരുവിൽ വലിച്ചിഴിക്കണമെന്നും പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ടോ? എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന മാർക്സിസത്തിൽ അങ്ങനെയൊരു നിലപാടില്ല. രേഖ, ഈ തിന്നാൻ കൊടുക്കുന്ന കൈ തന്നെ കടിച്ചു പറിക്കുന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, അത് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. സഖാവിന്റെ മോൻ എവിടെയാ പഠിക്കുന്നത്? അത് നമ്മുടെ അച്ഛന്മാര് നടത്തുന്ന സെന്റ് അലോഷ്യസിൽ. തന്റെ മെന്റൽ പേഷ്യന്റായ ബ്രദറോ? അത് മേഴ്സി ഹോം. അത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമല്ലേ? അതെ. ആരെ തോപ്പിക്കാനാ ഈ നാടകമൊക്കെ? ക്രൈസ്തവ സഭയെയോ അതോ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയോ? പിന്നെ സ്ത്രീ സമത്വം, പെണ്ണുയർപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പടച്ചുവിടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആണൊരുത്തന് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തു കൊന്ന പെണ്ണുള്ള നാടാണ് കേരളം. അതുമാത്രമല്ല, മിനിസ്റ്റർമാർ, കളക്ടർമാർ, അങ്ങനെ സമൂഹത്തിലെ പല ഉന്നത പദവികളും കൈകാര്യം ചെയ്യുന്ന പെൺമിടുക്കികളുള്ള നാടാണ് കേരളം. അങ്ങനെയാവുമ്പോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യം മറ്റൊന്നല്ലേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഒന്നോർക്കണം, തോറ്റുകൊടുത്തിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് ക്രൈസ്തവന്റെ ആവേശം. അതുകൊണ്ട് അവരുടെ മൗനങ്ങളെ പരാജയങ്ങളായി കാണരുത്. ഈ ചുവന്ന റോസിന്റെ വില കുരിശിൽ ചിന്തിയ ചുടുചോര തന്നെ. അതില ഈ പെൺകുട്ടിയുടെ കരുത്ത്. രേഖ, കൺഗ്രാറ്റ്സ്. മനുഷ്യത്വത്തെയും മതേതരത്വത്തെയും പ്രസ്ഥാനത്തെയും ഒരുമിച്ച് നെഞ്ചിലേറ്റുന്നതിന്. ഇപ്പൊ കൺമുന്നിൽ നിന്ന് പോയവരാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിരിച്ചുകൊണ്ട് അടുത്തു വരുന്നതും അത് കഴിയുമ്പോ നെഞ്ചിലേക്ക് ഇരുമ്പാണി കുത്തിയിറക്കി കറക്കിയെറിയുന്നവരെന്നും അറിയാം. പക്ഷേ വീണിടത്തുനിന്ന് എഴുന്നേറ്റ് ഒരു കഴുകനെപ്പോലെ പറന്നുയരാൻ കരുത്തു പകരുന്നത് ക്രൂശിത നീയാണ്. അവർക്കറിയില്ലല്ലോ, കാൽവരിയിൽ ചിതറി വീണ നിന്റെ ചുടുചോരയിൽ വിരിഞ്ഞ റോസാപ്പൂക്കൾക്ക്
വാടിക്കരിഞ്ഞു പോകാൻ അറിയില്ലെന്ന്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായ കാണും നിന്റെ പായ.